എൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ? എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതായത് എന്താണെന്നറിയാവോ? ഒരു പ്രത്യാശയാണ്. കാരണം ഈ ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്. യോഹന്നാൻ 10:4 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് ആലയ്ക്ക് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പൊ മുമ്പേ നടക്കുമ്പോൾ ആടിന്റെ പുറകിലുള്ളത് എന്താ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. അവിടെ ഒരു നന്മയെന്ന് പറയണത് എന്താണ്? ഗുഡ്നസ്, ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമത്തെ എന്താണ്? കാരുണ്യം എന്ന് പറയണത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം. അത് വാഗ്ദാനമാണ്, ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസത്തിൻ്റെ നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുക. അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ്? ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറിറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ. രക്ഷാകരമായ ഫോർമുലയാണത്. എന്താണ്? നോട്ട് ബൈ Ephesians 2:8 എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല. കാര്യം നമ്മളുടെ ഒരു മെറിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്. ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം. അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല, കണ്ണടയുന്നവരെയാണ്, ജീവിതകാലം മുഴുവനുമാണ്. ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം. സങ്കീർത്തനം പറയുവേ, അതായത് യജമാനൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാസന് അങ്ങയുടെ മേല് ദാസൻ തൻ്റെ മേല് കാരുണ്യം ചൊരിയുവോളം. 123-ാം സങ്കീർത്തനമാണ് 2-ാം വാക്യം. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാവോ? അത് ഭയങ്കര നോക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ, അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ്. ഇതങ്ങനെയല്ല. നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും. അതുകൊണ്ട് നീ മാത്രമേ കരുണ കാണിക്കാനുള്ളൂ. നിൻ്റെ കരുണയിലെ എനിക്ക് വിശ്വാസമില്ലോ, നീ കാണിച്ചില്ല, ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസൻ്റെ മേൽ കരുണ തോന്നുവോളൂ. യജമാൻ്റെ കണ്ണ് കൈകളിലേക്കെന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന്. എന്തൊരു വല്ലാത്ത വർത്തമാനമാണത്. പിന്നെ ഏത് യജമാനാണ് ഈ ദാസനെ കാണാതെ പോണത്? അവന് ഇൻ്റർവെല്ലില്ലല്ലോ. കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും കുർബാനയും കുമ്പസാരമൊക്കെ നടന്ന് പിന്നെ 6 മാസം പിന്നെ പോകത്തില്ല. അതല്ലേ ആൾക്കാർ? ഇതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് ഇങ്ങനെ. 90% ആൾക്കാർ പണിമേടിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാം, ഓടടുത്തമ്മ ആളറിയാവുന്ന അപ്പം പറയും. ഇവൻ ഈ ഇളക്കം ദൈവികമായ ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും, ഇവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടും പോകും, പിന്നെ അടുത്ത 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത്. ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺസെൻസ്. ഇവിടെ എന്താ പറയണത്? സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും? യജമാന് കരുണ തോന്നുകയുള്ളൂ. യജമാൻ്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ, അന്ന് വരെ ഞാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിണി കിടക്കും. അല്ലാതെ വല്ലയിടത്തും പോയി നോക്കത്തില്ല. വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷ്യമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നല്ല ആസ്തി വിശ്വസ്ത ഉണ്ടാകാൻ
കർത്താവിൻ്റെ ഇതിനെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.